പ്രവേശിക്കുന്നത് ഒരുപാടധികം പുരസ്കാരങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മുടെ 2015 പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പത്തേമാരി നീന എന്ന് പറയുന്ന മൂവികൾക്കായിരുന്നു. 2014 പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. അതുപോലെ തന്നെ 2013 2011 പിന്നെ 2008 മുല്ലശ്ശേരി രാജു സംഗീത അവാർഡ്, നല്ല സംഗീത സംവിധായകനുള്ള മുല്ലശ്ശേരി രാജു സംഗീത അവാർഡ്, അങ്ങനെയൊക്കെ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. മോർ ദാൻ എ മ്യൂസിക് കമ്പോസർ, നല്ലൊരു സിംഗർ ആണ്. ആദ്യം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഒരുപാട് സ്നേഹത്തോടെ കാണാനും പ്രസൻസ് അറിയാനും സാധിച്ചു, ഒരുപാട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഇരുവേദിയിലേക്ക് അദ്ദേഹത്തെ ഇരുവേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. With a huge round of applause, let's welcome Mr. Bijwal to the stage. Okay. ഇനി ഒരേ ഒരാളെ അധികം എക്സൈറ്റഡ് ആണ്. അതിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. 30 വർഷമായിട്ട് മെലഡി കിങ് എന്ന് വിശേഷിക്കപ്പെടുന്ന വേറെ ഏതെങ്കിലും സംഗീത സംവിധായകരുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. ഉറപ്പായിട്ടും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഏത് ഇമോഷൻസ് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും അത് ഞങ്ങളുടെ ഉള്ളിലേക്ക് കൺവേ ചെയ്യുന്നത് സാറിന്റെ സോങ്സിലൂടെയാണ്. ഏത് സിനിമ എടുത്താലും ഏത് സോങ് എടുത്താലും അതിലൊരു പെർട്ടിക്കുലർ ഇമോഷൻ ഉറപ്പായിട്ടും ഒളിച്ചിരിപ്പുണ്ടാവും. നമ്മുടെ എല്ലാവരും ഇമോഷൻസ് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ട്യൂൺസ് ആണ് സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങൾ എല്ലാവരും എന്താ പറയുക, ഒരു പേൾ പോലെ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് പോലെ കൊണ്ട് നടക്കുന്ന സോങ്സ് ആണ് സാറിന്റെ എന്ന് പറയുന്നത് കേട്ടോ. സോ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ ലെറ്റ്സ് വെൽക്കം the 30 years of legacy, the melody king of Malayalam, Vidyasagar to the stage with a huge round of applause. അങ്ങനെ എല്ലാ ഒഫീഷ്യൽസും എത്തിക്കഴിഞ്ഞു. നമ്മുടെ അഡോബ് ബോർഡിന്റെ മ്യൂസിക്കൽ ടീം ടീമില്ലെങ്കിലും കുറച്ച് ടീം മെമ്പേഴ്സ് ഒക്കെ നമ്മുടെ കൂടിയുണ്ട്. സോ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഹാൻഡ് ഓവർ ഫോർമൽ ആയിട്ടുള്ള ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്കാണ് വി ആർ ജസ്റ്റ് മൂവിങ് ഓൺ. ആൻഡ് ആ ഒരു ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നത്, DVD ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മുടെ സരിഗമ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള, സരിഗമ മ്യൂസിക്കിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ബിനു സാറാണ്. ആൻഡ് DVD ഏറ്റുവാങ്ങുന്നത് വിദ്യാജിയാണ്. സോ രണ്ടുപേരെയും could you please kindly come forward a little bit? രണ്ടുപേരും കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറിക്കാനായിട്ട്. അയ്യോ സാർ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ on behalf of everybody with a huge round of applause, we are just moving on to the formal audio launch of Echo. This is the moment for that huge round of applause. Get up. നടക്കുന്നത് ആൻഡ് അത് റിവീൽ ചെയ്യുന്നത് നമ്മുടെ ബിജുപാൽ സാറാണ്. സോ ബിജുപാൽ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിവീൽ ചെയ്യുന്നതിന് വേണ്ടി with a huge round of applause I would like to welcome. Kindly come sir. And let's start with 3, 2, 1 and here we go. Oh my god, let's put our hands together once again. ഒരു കാര്യം ചോദിക്കട്ടെ വിദ്യാജി, ഞാൻ കേട്ടിട്ടുണ്ട് 11 വയസ്സായപ്പോഴേക്കും ഇദ്ദേഹത്തിന് 12 സംഗീത വാദ്യോപകരണങ്ങളിൽ വിദഗ്ധത കൈവന്നിട്ടുണ്ട്. അത് അത്ര ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഈ 11 വയസ്സെന്ന് പറയുമ്പോൾ ഞാനൊക്കെ കൊച്ചു TV കണ്ട് ഡോറ ബുജി കണ്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇദ്ദേഹം ലെജൻഡ് 12 സംഗീത വാദ്യോപകരണങ്ങളിൽ വിദഗ്ധനായിരുന്നു. എങ്ങനെയാണ് ആ ഒരു നേട്ടം കൈവരിച്ചത്? എല്ലാവർക്കും നമസ്കാരം. ഈ സിംഗിളിൻ്റെ ഒരു റിലീസ് വഴി ഇവിടെ എത്തി നിങ്ങളെല്ലാവരും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. ഐ എം വെരി ഹാപ്പി ടു മീറ്റ് ഓൾ ദി ബ്യൂട്ടിഫുൾ സോൾസ്, മ്യൂസിക്കൽ സോൾസ്. സോ താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ്. ആൻഡ് വിജയ് പോൾ ഇതിൽ പങ്കേറ്റതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹി ഹസ് കം വിത്ത് ഓൾ ദിസ് with a good will and good heart he has come. So thank you Vijay Paul, thanks for gracing the occasion. And ഇത് ആദ്യം ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇമോഷന് എന്നോട് കണക്ട് ചെയ്തത്. ഒരു സോങ് ഞാൻ എഴുതിയിട്ട് അത് നിങ്ങൾ ട്യൂണ് ചെയ്തിട്ട് അങ്ങനെ എനിക്കൊരു പാട്ട് വേണമെന്നാണ് ചോദിച്ചത്. പക്ഷെ അത് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
I mean, this is definitely amazing. He has taken so much of pains. വെറുതെ ഒരു പാട്ടായിട്ടല്ലാതെ അതിനെ ഒരു ആൽബമായിട്ട് അതിനെ ഷൂട്ട് ചെയ്തിട്ട് അതിന് ഇത്രത്തോളം ഹി ഈസ് ട്രൈങ് ടു വർക്ക് സോ ഹാർഡ് ടു പ്രൊമോട്ട് ഇറ്റ്. അത് എല്ലാവരെയും എത്തണം, എല്ലാവരും കേട്ട് ആസ്വാദിക്കണം ആ പാട്ടെന്ന്. ഐ മീൻ വിമോഷ്, congratulations. And I also wish the best for Saregama. I think they are the people who are the music partners. And also Mango, Club FM. Okay, Club FM, the radio partners. And in the album, in the single, I think the artists, the technicians, my best wishes to everyone. I think they'll have a bright future after everyone sees the song and they enjoy the song. I wish the best for the whole crew, for the director team, for the cameraman, for the editor, for the SFX, for the hero and the heroine who have performed. I mean, this is definite. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇങ്ങനെ ചെയ്യുമെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവർ ആദ്യം എന്നെ ചോദിക്കുമ്പോൾ വിമോഷ് വന്നിട്ട് സാർ എനിക്കൊരു ജസ്റ്റ് എൻ്റെ വരികൾ നിങ്ങൾ ഈണം വിടണം, അത്രയാണ് ചോദിച്ചത്. അത് മതിയാണ്. പിന്നെ ഐ തിങ്ക് he has done a lot. So എന്ത് വേണ്ട, ഞാൻ ചോദിച്ച ചോദ്യം സാർ പറഞ്ഞു കേട്ടോ. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, എന്തെങ്കിലും സാറിനെ നേരിട്ട് കാണുവാണെങ്കിൽ ചോദിക്കണം എന്ന് ഒരുപാടധികം എക്സൈറ്റഡ് ആയിട്ട് ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ കൊണ്ട് നടക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു 11 വയസ്സ് സമയത്ത് എങ്ങനെയാണ് ആ ഒരു 12 സംഗീത വാദ്യോപകരണങ്ങളിൽ വിദഗ്ധത നേടുന്നത്? എങ്ങനെയാണ് ചോദിച്ചാൽ അതിനോട് പറയാൻ എനിക്കൊന്നും ഉത്തരവില്ല. അത് ഐ തിങ്ക് ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ് ടു മീ. സീരിയസ്ലി അല്ല, ഞാൻ ഐ എം നോട്ട് ട്രൈങ് ടു ബി ഡിപ്ലോമാറ്റിക് ഓർ ട്രൈങ് ടു ബി ലൈക്ക് ദാറ്റ്. Even my music is God's gift to me, and it's not gift to me, it is gift to you through me. So God has chosen me to give His music to you people, to make you all enjoy. I always think like that. So 11 വയസ്സിൽ എങ്ങനെ സാധ്യപ്പെട്ടു ഞാൻ എന്നോട് അതിന് ഉത്തരം പറയാൻ എൻ്റെ അടുത്ത് വന്നത്. അല്ല, അധികം എന്നോട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനോട് ഹി വാസ് എ മ്യൂസീഷ്യൻ. പിന്നെ അവർ വായിച്ച എല്ലാ ഇൻസ്ട്രുമെൻസും എന്നോട് ഞാൻ വായിച്ചത്. പിന്നെ അത് മാത്രമല്ലാതെ ഞാൻ ഐ ലേൺ ഗിറ്റാർ, ഐ ലേൺ പിയാനോ. സോ ദൈവം അറിഞ്ഞ് അത്രത്തോളം അനുഗ്രഹിച്ച ഒരു മ്യൂസിക്കൽ ലെജൻഡിന്റെ മുന്നിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഐ വെരി ഹാപ്പി ഫോർ ദാറ്റ് വൺസ് അഗെയിൻ. ഇനി വെൻ കമ്മിങ് ടു ദിസ് പാർട്ട്, വിജുപാൽ സാർ എന്ത് തോന്നുന്നു ഈ ഒരു മ്യൂസിക്കൽ ആൽബത്തിന്റെ ഫോമൽ ഓഡിയോ ലോഞ്ച് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ ഒരു വിദ്യാജിയുടെ 30 years ഓഫ് സെലിബ്രേറ്റിംഗ് വി ആർ 30 years ഓഫ് ലെഗസി. ഹൗ ഡു യു ഫീൽ നൗ സർ? ആദ്യമേ തന്നെ ഈ 2 legends എന്നൊക്കെ പറയുന്ന ഒരു ഉറക്കത്തിൽ പോലും പറയാൻ പാടില്ല അങ്ങനെയൊന്നും. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ താളവട്ടം, ചിത്രം എന്നൊക്കെ പറയുന്ന നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ പാട്ട്. എൻ്റെ മ്യൂസിക് കമ്പോസർ കണ്ണൂർ രാജ്, അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക രഘുകുമാർ എന്നൊക്കെ പറയുന്ന മ്യൂസീഷ്യൻസിൻ്റെ പേരെ നമ്മൾ കേട്ടിട്ടുള്ളൂ, ലിറിക് റൈറ്റേഴ്സിൻ്റെ. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത് പാട്ട് പോലെ തന്നെ നമ്മൾ മൂളി നടക്കുന്ന ഇതാണ്. അതൊക്കെ ചെയ്യാൻ 30 അല്ല, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നമ്മൾ പറയുന്ന 30 വർഷത്തിൽ എത്തുന്നത്. അപ്പോൾ സോ വിജി പോൾ പറഞ്ഞത് ശരിയാണ്. Actually, this is my 50th year in the industry. Yeah, അതാണ് അവർ പറയുക 11 years തൊട്ട് 50 years. Okay, and 30 years കൂടെ തപ്പ്, because 30 years is next year. Okay, that is 96. So 2026. Okay, this is 29 years. അത്രയും വർഷത്തെ ഒരു ഇത്. അപ്പോൾ ഞാൻ ഈ വിനയം കൊണ്ട് പറയുന്നതല്ല, പക്ഷെ അത് അങ്ങനെ എൻ്റെ പേര് അതിൽ ആ ഒരു ഇൻവേർട്ടഡ് കോമാസിൽ ഉൾപ്പെടുത്തരുതെന്ന് ഞാനല്ലാതെ വേറെ ആര് പറയാനും അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഈ ജാസിം എനിക്ക് ഒരുപാട് വർഷങ്ങൾ പരിചയമുള്ളൊരു യങ് ടാലൻ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ റിയാലിറ്റി ഷോയിൽ ജൂറിയിലുണ്ടായിരുന്ന, അല്ലാതെ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്.
അന്നേ ജാസിം ആ ഒരു ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൊരു സിംഗറാണ്. അതുപോലെ മിസ്റ്റർ വിമോഷിൻ്റെ വരികളിൽ വിദ്യാജി എന്ന് പറയുന്ന മുദ്ര പതിയുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എത്രയോ ONV കുറുപ്പ് മുതൽ ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹം കൈതപ്പുറം, അങ്ങനെ എത്രയോ പ്രതിഭകളായ എഴുത്തുകാരും കവികളുമായിട്ടുള്ള ആളുകളുടെ വരികളിൽ പതിപ്പിച്ച ആ മുദ്ര അദ്ദേഹത്തിൻ്റെയും വരികളിൽ, റഫീഖ് അഹമ്മദ്, അങ്ങനെ എത്രയോ പേരുടെ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വരികളിൽ ആ ഒരു ഈണം എന്ന് പറഞ്ഞാൽ ചെറിയ ഈണമൊന്നുമല്ല, നമ്മളുടെ മനസ്സിനെ മതിക്കുന്ന, നമ്മളുടെ കൂടെ പോരുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഊഞ്ഞാലാടുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈണങ്ങളാണ്. അത്തരം ഈണങ്ങൾ തങ്ങളുടെ വരികളിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. അത് കേൾക്കാൻ ഇടയാകുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഭാഗ്യം. എല്ലാം കൊണ്ടും വലിയ സുദിനമാണ്, വലിയ ഈവനിങ് ആണ്. ഒപ്പം ഇതിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജയൻ പിഷാരടി, മ്യൂസീഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകളാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ അഗൈൻ ഹീറോ ആയിട്ട് അഭിനയിച്ചവർക്കും VFX ഗ്രാഫിക്സ് ചെയ്തവർക്കും എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അത് കേൾക്കാനായിട്ട് ഞങ്ങൾ ഒരുപാടധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ആവാം കേട്ടോ. അടിപൊളി കേട്ടോ. ഞാൻ എല്ലാവരെ പറ്റിയും പറഞ്ഞു, പിന്നെ പാടിയ ജസീം പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പാട്ട് ആര് പാടണം അല്ല, അങ്ങനെ ചോദിച്ചപ്പോൾ ഈ പാട്ടാണ് ഞാൻ പറയുന്നത്. ഈ പാട്ടാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടെത്തിയതാണ് ജസീമിന്. യെസ്. സോ ഇൻസ്റ്റയിൽ ഞാൻ ഒരുപാട് സിംഗേഴ്സിൻ്റെ ഐ വാസ് സെർച്ചിങ്. സോ അപ്പോൾ ജസീമിനുடைய ഇൻസ്റ്റാ പേജ് കണ്ടിട്ട് പാടിയ കുറേ പാട്ടുകൾ കേട്ടിട്ട് then I selected his voice for this particular song. So I wish him all the very best. So he's got a nice voice, very trained voice, and hopefully God will bless you with all the best things in life. Okay, നമ്മുടെ വിദ്യാജി ഒരാളെ ചൂസ് ചെയ്യാൻ എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? എനിക്കെന്താ പറയണമെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് കുറച്ച് ഷോസൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഹൈപ്പില്ല, പ്രത്യേകിച്ചൊരു താഴേക്കില്ല, അങ്ങനെ ഒരു മീഡിയം ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു കോൾ വരുന്നു വിദ്യാർത്ഥിയുടെ. അങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെഷൻ കിട്ടുന്നു. അത് പാട്ടാവില്ലെന്നില്ല, പക്ഷെ ആ സെഷന് ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഈ ഒരു ഇവന്റ് ഇത്രയും വലുതാവും ഞാൻ കരുതിയില്ല ഒരിക്കലും. സോ ഭയങ്കര ഹാപ്പിയാണ്. വേറെ എന്താ പറയണതെന്ന് അറിയില്ല. താങ്ക്സ് ടു ഗോഡ്. താങ്ക് യു വിദ്യാജി. താങ്ക് യു. Okay, and നിങ്ങളെല്ലാവർക്കും അറിയുന്ന പാട്ടല്ലേ, ഇതിനെപ്പോഴും പാടിയോടെ. Sing, enjoy music. See, music is something to be enjoyed. It is not something to be rigid. അങ്ങനെയല്ല, നിങ്ങൾ പങ്കേറ്റ് പാടി ആഘോഷിക്കണം. I mean, music is celebration. Okay? Okay, thank you so much sir. ശരിക്കും ഞങ്ങൾക്ക് മതിയായില്ല, എന്നാലും അത് എത്ര കേട്ടാലും മതിയാവില്ല സർ. അങ്ങനെയാണ് സാറിൻ്റെ ടോൺ, സാറിൻ്റെ മ്യൂസിക്സ്, എവറിത്തിങ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ എ വേ ദാറ്റ് കംപ്ലീറ്റ്ലി ഒരു മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. അങ്ങനെയാണ് സീരിയസ്ലി. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസേൺ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ്. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ ഒരുപാട് മീഡിയാസ്
മീഡിയ പേഴ്സൺസ് ആർ ഹിയർ. സോ അവരുമായിട്ട് സാറിന് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള സമയമാണ്, ഒരു 10 to 15 minutes ഓൺലി. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാജിയോട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള സമയമാണ്. ടു ദി മീഡിയ പേഴ്സൺസ് ആൻഡ് ആസ്കിങ് കേട്ടോ. ഓരോരുത്തരായിട്ട് ലെറ്റ്സ് ബിഗിൻ. ഹാൻഡ് റൈസ് ചെയ്യാം, മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. Anybody? Okay. Okay. എല്ലാവരും സാറിനെ കണ്ട ഒരു ഷോക്കിൽ നിന്ന് ശരിക്കും പുറത്ത് വന്നിട്ടില്ല സീരിയസ്ലി. ഇൻഫാക്ട് എനിക്ക് പോലും പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നൊരു ഇവന്റ് ആണിത്. ഞാനും എക്സ്പെക്ട് ചെയ്തതേ അല്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഈവൻ ലാസ്റ്റ് മന്ത് ആണെങ്കിൽ പോലും ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ട് സാറിനൊന്ന് നേരിട്ട് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഒത്തിരി സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, ആസ് എ ഹോസ്റ്റ്, ആസ് എൻ ആങ്കർ ആൻഡ് ഓൾസോ ആസ് എ പേഴ്സൺ ഹു ലവ്സ് മ്യൂസിക്, ദിസ് ഈസ് മൈ ഡ്രീം കം ട്രൂ മൊമെന്റ് ആക്ച്വലി. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു എവ്രിബഡി ഹു ഹാവ് ഗ്യാദർ ഹിയർ. ഈ മൊബൈൽ പിടിച്ചിരിക്കുന്ന മീഡിയക്കാർക്കൊന്നും ചോദിക്കാനില്ല? കൈവക്കുന്നുണ്ടോ? ഫ്രം ദി ഓഡിയൻസ് ഓൾസോ കം ഫോർവേഡ്, കം സോ. I'll hand over the mic. Hi, I just want to know what's the favorite piece of music that you've composed so far that you always come back to? Favorite song that you've made so far? My favorite song? Yes. I think I'm yet to make my favorite song. What I've done till now are your favorite songs. Okay, any more questions from anybody? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് സാറിനോട് വിത്ത് ഓൾ അവർ ഹാർട്ട്, ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള സമയമാണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു എവ്രിബഡി. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, പ്ലീസ് ഹാൻഡ് ഓവർ ദ മൈക്ക്. Hi sir, very good evening. Yes, my question is, like, I've heard a lot of creative people telling, like, at some point they get this creative mind block, and I'm sure like you have had a 29 years of career, wherein which like you would have had multiple instances. So if you could pick up one instance where you have felt like you have had that creative mind block and how you would have overcome that. Probably it might be one song or some situation. First of all, by God's grace, I never had a mind block. Great to hear that. And if I have one, and if I try to overcome one, I will definitely take your number and then tell you how I do working. Definitely, sir. Pleasure. Thank you. Nobody from press. There are individual channels. അങ്ങനെയാണ്. അപ്പോൾ ആർക്കും ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഓക്കെ. I think they're all happy to see me. Even I'm very happy to see them. ഓക്കെ, സാർ എപ്പോഴും ഒരുപാട് സാറിന് മലയാളികളോടൊരു പ്രത്യേക ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? ഞങ്ങളുടെ മലയാളികളുടെ സ്വന്തം വിദ്യാജി എന്ന് പറയുന്നത് കേൾക്കാനും ഒത്തിരി ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ആരും ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ വളരെ ഹാപ്പി ആൻഡ് ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസേൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ആർക്കും ഒന്നും ചോദിക്കാനുള്ള ഉറപ്പല്ലേ? ഒരാൾ, രണ്ടുപേര്. ഓക്കെ, Hi sir, Hi. so much surprised to see you. Actually, നമ്മളൊക്കെ പാട്ട് പാടണമെന്ന് തോന്നിപ്പിച്ച കുറേ പാട്ടുകൾ തന്നിട്ടുള്ളൊരു സാറാണ്. കൃഷ്ണകുടിയിലെ പ്രളയകാലം, പിന്നെ സമരംഗത്തിലേക്ക്, അതൊക്കെ ഭയങ്കര ഫീൽ ഉണ്ടാക്കിയിട്ട് ആ മ്യൂസിക് നമുക്ക് ഇപ്പോഴും സ്റ്റിൽ നമ്മൾ കുട്ടികളോട് ഇപ്പോഴും നിങ്ങൾ ഈ പാട്ടൊക്കെ ഒന്ന് പാടുമെന്ന് പറയാൻ തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാറിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയതാണ് ശരിക്കും ഏറ്റവും വലിയ ഹാപ്പിനെസ്.
pleasure. Thank you very much. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിന്റെ ഏറ്റവും നല്ല എന്താ മറക്കാൻ പറ്റാത്ത സാറിന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ സാറിന്റെ ഒരു കമ്പോസിഷൻ ഒരു 2 ലൈൻസ് ഞങ്ങൾക്ക് ഒന്ന് പാടി തരുവാണെങ്കിൽ. I'm more interested in making people sing. I'm more interested in composing rather than singing. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പാട്ട് പാടി കാണാറില്ല. So why didn't I sing? So I like composing a lot. If you want to sing, I can sing. I can create your lines. You can sing. ഒരു രാത്രി പോലും. Ah. വലിയ പാടുകളൊന്നുമല്ല. This is your turn. Come on. Come on to the stage. പേര് and where are you from? From Fort Kochi. Fort Kochi. എന്റെ ഹസ്ബൻഡാണ് സാർ വരുന്നുണ്ട് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസിംഗ് ഉണ്ടെങ്കിലും സാറിനെ കാണണം എന്നുള്ളൊരു പ്രതീക്ഷയോടെ വന്നത്. Okay. Stand here next. Okay. Yeah. പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ട് മൂടി വീഴവേ പതിയെ പറന്നിന്നരികിൽ വരും കടലിന്റെ തൂവലാണു നീ. പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നീർത്ത തിന്നലലിവോടെ വന്നു നിറുകിൽത്തതോടെ മാഞ്ഞുപോ നിറുകിൽത്തതോടെ മാഞ്ഞുപോ. Oh my God. So happy to see hear your voice and so happy to have your presence. My tune has inspired you to sing it. I'm so happy. Okay? Thank you, sir. Thank you. Very good. So please give a big round of applause for her. ഈ മാമിന്റെ ഹസ്ബൻഡിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരണം കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് സാറിനെ കാണാൻ പറ്റുന്ന ഒരു ഇതിൽ തന്നെയാണ് വന്നിരുന്നത്. പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു സച്ച് എ പ്ലഷർ. പുള്ളിക്കാരി ശരിക്കും വിറക്കായിരുന്നു സൗണ്ട്. ഷീ യൂസ് ടു സിംഗ് ബെറ്റർ. ബട്ട് ഇത് ഇങ്ങനെ വിറച്ചു പോയി സാറിൻ്റെ അടുത്ത് നിന്ന് പാടിയത്. സച്ച് ഫാൻ മൊമെന്റ് അല്ലെങ്കിൽ ഫാൻകൾ മൊമെന്റ് എന്നുള്ളതായിരുന്നു. വെരി ഹാപ്പി, വെരി അൺഎക്സ്പെക്റ്റഡ് വേർഡ്സ്. താങ്ക് യു സർ. Such a gentleman, and one more thing I want to say, yeah, such a lucky girl having such a gentleman in her life. അല്ലേ, ശരിയല്ലേ? സ്വന്തം വൈഫിനെ അത്രയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു മനുഷ്യനാവണം. നല്ലൊരു ഗൈഡ് കൊടുക്കാം ഫോർ ദിസ് അമേസിംഗ് കപ്പിൾ ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി താങ്ക് യു സോ മച്ച് സാർ. ഇനി സാറിന് വേണ്ടിയിട്ട് 2-3 സർപ്രൈസസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദാറ്റ് സർപ്രൈസസ്. ഓക്കെ, ladies and gentlemen,